സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ നവീകരണത്തിനായി പരമാവധി ഫണ്ടുകൾ വിനിയോഗിക്കുമെന്നും ഈ രംഗത്തെ പരാതികൾ പരമാവധി കുറയ്ക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കോഴിക്കോട്ട് കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആശുപത്രികളുടെ വികസനത്തിനായി മുന്നോട്ടുവരുന്ന സ്ഥാപനങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. കെട്ടിട നിർമ്മാണത്തിനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി CSR ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. ഇത്തരം പ്രവർത്തനങ്ങളെ സ്വകാര്യവൽക്കരണമായി തെറ്റിദ്ധരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ, ജീവനക്കാരുടെ കുറവ് എന്നിവ കൃത്യമായി പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കും. മരുന്നുകളുടെ ലഭ്യതക്കുറവും ജീവനരക്ഷാ ഉപകരണങ്ങളുടെ വിതരണത്തിലെ തടസ്സങ്ങളും ഗൌരവത്തോടെ കാണുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ളവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കാനാകും. ശരീരം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വെർച്വൽ ഓട്ടോസി സംവിധാനം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കെ. ജയന്ത്, ഷാപ്പി പറമ്പിൽ, കെ. പ്രവീൺകുമാർ, പാറക്കൽ അബ്ദുള്ള, M.A. റസാഖ്, വിദ്യാ ബാലകൃഷ്ണൻ, K.M. അഭിജിത്ത്, V.E.T. സൂരജ്, C.K. കാസിം, V.K. ഫൈസൽ ബാബു, ഫാത്തിമ തഹ്ലിയ, മില്ലി മോഹൻ കൊട്ടാരത്തിൽ, M.S. മാധവിക്കുട്ടി, സഫറി വെള്ളയിൽ, ഡോക്ടർ K.J. റീന, ഡോക്ടർ K.V. വിശ്വനാഥൻ, ഡോക്ടർ K.S. പ്രിയ, ഡോക്ടർ M.P. വീണ, ഡോക്ടർ V.P. രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.